ആദരണീയനായ പ്രിയ സുഹൃത്ത് ശ്രീ കെ സി നാരായണൻ, പുസ്തകപ്രകാശനവും നടത്തുന്ന മറ്റൊരു പ്രിയ സുഹൃത്ത് ശ്രീ സന്തോഷ് കുമാർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ടി കെ ശങ്കരനാരായണൻ, പുസ്തകപരിചയം നടത്തുന്ന രഘുനാഥൻ പറളി, ആശംസകൾ നടത്താനായി എത്തിയിട്ടുള്ള ഡോക്ടർ എച്ച് കെ സന്തോഷ്, സി എൻ ബി സുരേഷ്, ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള പ്രിയ സുഹൃത്ത് സി ടി ശ്രീവത്സൻ, സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ഡോക്ടർ വിജേഷ്, സി മോഹനൻ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ. കാരണം 96-ലാണെന്ന് തോന്നുന്നു, അല്ലേ? 96-ലാണെന്ന് തോന്നുന്നു ശ്രീവത്സൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശിതമാകുന്നത്. ആ പ്രകാശന വേളയിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇന്ന് ഒരു 10ഓളം പുസ്തകങ്ങൾ എത്തി നിൽക്കുന്ന ശ്രീവത്സൻ്റെ ഈ രചനാ സപര്യയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ചരിതാർത്ഥജനകമായ ഒരു കാര്യമാണ് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ശ്രീവത്സൻ, ഇപ്പോൾ ഞങ്ങൾ ഈ കൈരളി ടി വിയുടെ ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ നമ്മൾ കൈരളി ടി വിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു സാധാരണ ചാനലല്ല, വേറിട്ടൊരു ചാനലാണെന്ന് പറയും. അതുപോലെ വേറിട്ട കഥകൾ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് ശ്രീവത്സൻ എന്ന് പറയാൻ ഒരു പാഴൂർപ്പടി വരെയും പോകേണ്ട കാര്യമില്ല, ഒരു ഹിപ്പോക്രസിയും കടമെടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 90കളിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ആരംഭിക്കുന്നത്. നവീന ഭാവത്തോടൊപ്പം രംഗപ്രവേശം ചെയ്ത ഒരു കഥാകൃത്ത് കൂടിയാണ് ശ്രീ ടി വത്സൻ. ആംബുലൻസ് എന്ന ആദ്യ സമാഹാരം മുതൽക്കു തന്നെ ഭാഷയുടെയും ഭാവനയുടെയും പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം വേറിട്ട് നിന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ആംബുലൻസ് തുടങ്ങി സി എസ് ബിജുവിനോടൊപ്പം ചെയ്ത ഈഡിപ്പസ് ചന്ദ്രം, നവമനോവിശ്ലേഷണം, നിസാരോപദേശ കഥകൾ, മതേതരത്തിനു ശേഷം, ഹരിതഭാഷാ വിചാരം, 30 കഥകൾ എന്നീ രചനകൾ കൊണ്ട് വേറിട്ട കഥാകാരൻ എന്ന് തന്നെ പ്രതിഷ്ഠിച്ച പ്രതിഭാശാലിയാണ് ഡോക്ടർ ടി വി ശ്രീവത്സൻ എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ താല്പര്യ വിഷയങ്ങൾ ഭാഷാശാസ്ത്രം, മലയാള വ്യാകരണം, ചെറുകഥ, കവിത, വിമർശനം, സാഹിത്യ സിദ്ധാന്തങ്ങൾ, സാംസ്കാരിക പഠനം എന്നിവയാണ്. പക്ഷേ കഥകളിലേക്ക് വരുമ്പോൾ ഒതുക്കവും പേശീദാഢ്യവും വഴക്കവുമുള്ള വേറിട്ടൊരു മനുഷ്യനും രചയിതാവുമായി അദ്ദേഹം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. മേതിലിൻ്റെയും NS മാധവൻ്റെയും പട്ടത്തുള്ള കരുണാകരനെയും കഥകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചാരുതയാർന്ന ഒരു കഥാലോകം അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. മലയാളത്തിൽ ഏറ്റവും കാമ്പുള്ള പുതുഭാവുകത്വങ്ങൾ സമ്മാനിച്ച മാർജാരൻ, വത്സൻ, മോറിസ് മൈനർ, കേശവേട്ടൻ, കണ്ണീർപ്പാടം ഫെയിം, ഗന്ധമാദനം, രമണൻ ആൻഡ് ഹിസ് പ്രോബ്ലംസ്, ആടുകളുടെ പാത്തുമ്മ, ആംബുലൻസ്, ഡൈങ് ഇൻ ഹാർനസ്, ഞാനെന്ന മണ്ണെണ്ണ, ഈ ഒറ്റ അടുക്കള ഫ്ലാറ്റിൽ, ഗതാഗതം, ബാലസാഹിത്യം, മായാണ്ടി എന്നീ രചനകളിലൂടെ ശ്രീവത്സൻ ഞാനും ഇവിടെയുണ്ട് എന്നല്ല, ഞാൻ ഇവിടെയുണ്ട് എന്ന് തെളിയിച്ച ഒരു കഥാകൃത്തായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഇന്നത്തെ ഭൗതിക കാൽപ്പനികയുടെ പൈങ്കിളി പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാതെ ശ്രീവത്സന്റെ കഥകൾ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലങ്ങളും വായനാനുഭവവും ധാരാളം നൽകുന്നതാണ് ഈ കഥകൾ. താൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ വഴിമാറ്റങ്ങളെക്കുറിച്ച്
അതിപ്രധാനമായ ഒരു അവബോധം ഈ കഥകളിൽ കാണുന്നുണ്ട് എന്ന് സന്തോഷപുരസ്സരം പറയട്ടെ. ക്ലൗഡ് മെസ്സഞ്ചർ 9 കഥകളാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന് അനുഭവങ്ങൾ തീരെ കുറവാണെന്നൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ ഈ 9 കഥകളും 9 കഥകൾ തന്നെയാണ്, വേറിട്ട കഥകളാണ്, ഒന്നിനോട് യോജിക്കാത്ത വിധത്തിൽ മാറി നിൽക്കുന്ന കഥകളാണ് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പുസ്തകം, സാധാരണ നമ്മൾ ഈ പുസ്തക പ്രകാശനത്തിൽ പറയും, ഒരു പുസ്തകം 100 പേര് വായിക്കുമ്പോൾ അത് 100 പുസ്തകമാകുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, ഞാൻ ഇതുവരെ വായിച്ച പുസ്തകങ്ങൾ വെച്ചുകൊണ്ട്, സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഇടപെടുന്നു എന്ന് വെച്ചുകൊണ്ട്, അവിടെ എൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചുകൊണ്ടാണ് ഞാനൊരു പുസ്തകത്തെ ഞാൻ വായിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ 100 പേര് ഈ പുസ്തകം വായിക്കുമ്പോൾ അത് 100 പുസ്തകങ്ങളായി മാറുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വളരെയേറെ ഈ പുസ്തകത്തെ സംബന്ധിച്ച പുതിയ വായനകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.